CPIM നേതാവായിരുന്ന സിയാദ് രക്തസാക്ഷി ദിനം ആചരിച്ചു. CPIM എരുവ ലോക്കൽ കമ്മിറ്റിയാണ് കായംകുളത്ത് ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രകടനം, അനുസ്മരണ സമ്മേളനം എന്നിവയും നടത്തി. CPIM നേതാവായിരുന്ന സിയാദ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. CPIM എരുവ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയും, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ ഉള്ളൂ, നിങ്ങൾ 5-8 പട്ടാളക്കാരനെ വളഞ്ഞിരിക്കുകയല്ലേ, നിങ്ങൾ പട്ടാളക്കാരെല്ലാവരും കൂടി തോക്കുകൊണ്ട് എന്നെ വെടിവെച്ചാൽ ഞാൻ ചത്തുപോകും. എൻ്റെ കയ്യിൽ തോക്കൊന്നുമില്ല, തിരിച്ചങ്ങോട്ട് വെടിവെക്കാൻ തോക്കൊന്നുമില്ല. എൻ്റെ കയ്യിൽ എൻ്റെ സമീപത്ത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഖാക്കൾ ഇപ്പം ഇല്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നെ വളഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയും, നിഷ്പ്രയാസം എന്നെ കൊല്ലാൻ കഴിയും. പക്ഷേ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ, ലക്ഷ്യത്തെ, പ്രത്യയ ശാസ്ത്രത്തെ ഒരിക്കലും നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല എന്ന് മഹാനായ ചെ ഗുവേര ആവർത്തിച്ച് ശക്തമായി ഉച്ചത്തിൽ അമേരിക്കൻ പട്ടാളക്കാരുടെ മുഖത്ത് നോക്കി ആക്രോശിച്ചു പറഞ്ഞതുപോലെയാണ് നമ്മുടെ രക്തസാക്ഷികൾ, നമ്മൾ നാടിന് വേണ്ടിയിട്ട് ജീവത്യാഗം വരിക്കുന്ന അവര് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ പേരിലാണ് അവരെ കൊല ചെയ്യുന്നത്. അല്ല, വേറൊന്നുമല്ല, അവർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ മയക്കുമരുന്ന് മാഫിയക്കാരാണ്. ആ വിഭാഗം മയക്കുമരുന്നിനെതിരായിട്ടും മദ്യത്തിനെതിരായിട്ടും ഒക്കെ തന്നെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനക്കാകുവാൻ നേതൃത്വം കൊടുക്കുവാനും ജനങ്ങളുടെ ആകുവാനും പ്രീതിയും പിന്തുണയും ഒക്കെ തന്നെ സമാർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സിയാദിന് കഴിഞ്ഞപ്പോൾ ഈ ജീവിച്ചിരിക്കുന്നത് കുഴപ്പമാണ്, ഞങ്ങൾക്ക് ആപത്താണ്. ഇതുപോലുള്ള കുറ്റകരമായ പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ആപത്കരമായ ഒരു സാഹചര്യം സിയാദ് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകും. അതുകൊണ്ട് സിയാദിനെ പോലെ ഉള്ള ആൾക്കാർ ജീവിച്ചിരുന്നു കൂടാ എന്ന് തീരുമാനിച്ചുകൊണ്ട് സിയാദിനെ കൊലപ്പെടുത്താൻ ബോധപൂർവം ആസൂത്രിതമായിട്ട് കരുതിക്കൂട്ടി തീരുമാനിക്കുകയായിരുന്നു എന്ന കോടതിയുടെ വിധി തന്നെ ഉണ്ടായി. എല്ലാവർക്കും ആ കോടതിയുടെ വിധിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാൻ കരുതിക്കൂട്ടി കൊല ചെയ്തതാണ്. സഹകരണ സമിതി ചെയർമാൻ KP മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. CPIM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ പതാക ഉയർത്തി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം P ഗാനകുമാർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് P ഹാരിസ്, ഏരിയ സെക്രട്ടറി B അബിൻ ഷാ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P അരവിന്ദാക്ഷൻ, B പ്രഭാകരൻ, S നസീം, N ശിവദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് B ബോബൻ, MA സമദ, Y നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.